എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾക്കറിയാം, ഈ ഒരു കാലഘട്ടം വല്ലാത്ത സ്ട്രെസ്സിൻ്റെയും ഡിപ്രഷൻ്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി അന്വേഷിച്ചവർ പലപ്പോഴും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ പാർട്ട് ടൈം ചെയ്ത് അവരുടെ ജീവിതം കരുപിടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടും അർഹതപ്പെട്ട ജോലി കിട്ടാതെ വിദേശ രാജ്യങ്ങളിൽ അവർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പാർട്ട് ടൈം ജോലി പോലും ചെയ്ത് മാതാപിതാക്കളെ അറിയിക്കാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഇത്രയും സാമ്പത്തികമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിട്ടിട്ടും അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി ലഭിച്ചില്ല എങ്കിൽ അവർക്ക് എന്തുമാത്രം വേദനയാണ്. കുട്ടികൾ നമ്മൾ മാതാപിതാക്കളോട് പറയുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ വളരെ ശക്തമായ സ്ട്രെസ്സും വേദനയും ഒക്കെയുണ്ട്. അവിടെ അവർക്ക് നിലനിൽക്കുവാനായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ടാവണം. മാതാപിതാക്കൾ, അതുപോലെ ഏറ്റവും അടുത്ത സ്നേഹബന്ധമുള്ള സുഹൃത്തുക്കൾ, അതിൽ നിന്ന് കരകയറാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, 12ാം ക്ലാസ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വിടുന്നു. ഇപ്പോൾ മാതാപിതാക്കൾ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ വിടുന്നു. അവിടെയെല്ലാം അവർ പോകുന്നു. അവരുടെ പഠനം, ഈ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ കിട്ടുന്ന കൂട്ടുകാർ, അവരുടെ ബന്ധങ്ങൾ, ഇതൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാനിവിടെ മനസ്സിലാക്കിയൊരു കാര്യം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ അളവുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് നമ്മൾ വല്ലാത്ത ടെൻഷനിലേക്ക് പോകുമ്പോൾ നമ്മളുടെ അഡ്രിനാലിനും കോർട്ടിസോൾ ലെവൽസും ഒക്കെ വല്ലാതെ കൂടി നമ്മുടെ ശരീരത്തിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളെ വളരെ ബോധപൂർവം ധൈര്യത്തോടെ നേരിടുവാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കണം. നമ്മൾ വല്ലാതെ സ്ട്രെസ്സ് എടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ നമ്മൾ എത്തിച്ചേരാൻ കഴിയാതെ എങ്ങനെയായിത്തീരുമെന്നുള്ള പരിഭ്രാന്തിയോടെ നമ്മളായിക്കഴിഞ്ഞാൽ നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ആ ഒരു നിശ്ചയദാർഢ്യമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് സാഹചര്യമാണെങ്കിലും അത് മാറിപ്പോകും എന്നുള്ളതിന് സംശയമില്ല. അല്പസമയമെടുത്താലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ ജീവിതത്തെ നേരിടണം. ജോലി ലഭിച്ചില്ലെങ്കിലും പാർട്ട് ടൈം ചെയ്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വഴി ദൈവം തുറക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. വേറെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ പ്രശ്നം മാതാപിതാക്കളെ അറിയിച്ചാൽ അവർക്ക് എന്ത് തോന്നും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും സഹായമായിട്ട് അടുത്ത് വരുവാൻ കഴിയുന്നതും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളോട് കൂടെ നിൽക്കുവാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാതാവും പിതാവുമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ആ വിവരങ്ങളൊക്കെ മാതാപിതാക്കളെ അറിയിക്കണം. പിന്നീട് മുന്നോട്ടുള്ള വഴിയിൽ അവർ നിങ്ങൾക്ക് ഉപദേശകരാകും. അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾക്കായിട്ട് ദൈവം കരുതിയിരിക്കുന്നത് ഒരിക്കലും തടസ്സപ്പെടില്ല. അത് വരേണ്ട സമയത്ത് വന്നേ മതിയാവൂ. ദൈവം അത് നിങ്ങൾക്ക് ദാനമായിട്ട് തരും. പൂർണ്ണ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ പാതകളെ മുന്നോട്ട് ചവിട്ടി നേരിടുക, ധൈര്യത്തോടെ പോവുക. അനേകരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ബലമായിട്ടുണ്ടല്ലോ. ഗോഡ് ബ്ലെസ് യു ഓൾ.